Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. എന്നും ഈ ഉഴുന്നും അരിയും ഒക്കെ ചേർത്തിട്ടുള്ള ദോശ കഴിച്ച് മടുത്തുള്ള ആളുകൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കടല കൊണ്ടുള്ളൊരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഒരു കപ്പ് കടല, നമുക്ക് ഇതിന് ചിക്ക് പീസ് എന്നൊക്കെ പറയും, ഈ ഒരു കപ്പ് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടല ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഒരു കടല ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നിറച്ച് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഏത് കപ്പിലാണോ കടല അളന്നത് അതേ കപ്പിൽ അര കപ്പ് റൈസ് എടുക്കണം. അത് പൊന്നിയരിയോ അല്ലെങ്കിൽ പച്ചരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, അര കപ്പ്. അപ്പോൾ ഈ അരിയും നന്നായി കഴുകി വൃത്തിയാക്കി മറ്റൊരു പാത്രത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കടലയും അരിയും കൂടെ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു രാത്രി മുഴുവൻ ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നോക്കാം. അങ്ങനെ രാത്രി എല്ലാം കുതിർത്ത് വെച്ചു. നമ്മുടെ കടലയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് അരച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം അത് കാണിക്കാം. അപ്പം അതിനായിട്ട് ആദ്യം മിക്സിയിൽ ജാർ എടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല അതൊന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഫ്ലേവറിനും എരിവിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. എരിവുള്ളതാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതിയാവും. പിന്നെ ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കറിവേപ്പില കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഞാനിപ്പോൾ കടല നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് അല്പം വെള്ളം ഇപ്പം തൽക്കാലത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലൊരു ചട്നിയൊക്കെ പോലെ നമുക്ക് തോന്നും പെട്ടെന്ന്. ആ ഒരു കണക്കിനാണ് എടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിക്സി ജാറിനകത്ത് തന്നെ നമ്മൾ മാറ്റി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ കടലയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്, നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു എന്ന് മാത്രം. അങ്ങനെ അരി ഈ ഒരു കണക്കിന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരയണം കേട്ടോ. ഇനി നമുക്ക് ഇത്ര വെള്ളം, ഞാൻ നേരത്തെ ഒന്നും കൂടി എടുത്ത് പറയാണ്, ഇത്ര വെള്ളം ചേർക്കാതെ തന്നെ വേണമെങ്കിൽ അരി അരയ്ക്കാം. പക്ഷെ ഞാൻ പിന്നീടാണെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഒരു ദോശയുടെ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെള്ളം ചേർക്കണമല്ലോ. അപ്പം അത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരി അരച്ചെടുത്തു എന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ഇങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതിൽ വേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിലുള്ള ഉപ്പാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സാധാരണ ദോശ ചുടുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് പാൻ. ഈ ഒരു സമയത്ത് നമുക്ക് സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയോ അല്ലെങ്കിൽ സെറ്റ് ദോശ പോലെയോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനത്തെ ചെറുതായിട്ട് ചൂടൊക്കെ ആവാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അവിടെ അല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും മൊരിഞ്ഞൊക്കെ വരുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് നന്നായിട്ട് മൊരിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു സാധാരണ രീതിയിലൊക്കെ ദോശ എടുക്കുന്നത് പോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഇവിടെ റെഡിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ദോശയെക്കാളും ഒക്കെ വിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്.
അങ്ങനെ ബാക്കിയുള്ള ദോശയും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. ഞാൻ എടുത്തു പറയാണ്, കടലയും അതുപോലെ തന്നെ അരിയൊക്കെ ചേർത്തിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും ഒക്കെ ഇച്ചിരി ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഉണ്ടാക്കാനായിട്ട് ആരും മറക്കരുത്. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു ഊത്തപ്പം പോലെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം സവോള, തക്കാളി അതൊക്കെ ഇട്ടിട്ട് ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.